ഗ്രീസിൽ നടക്കുന്ന ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ അപൂർവ അവസരം ലഭിച്ചിട്ടും മത്സരത്തിന് പോകാൻ കഴിയുമോ എന്ന ആശങ്കയിലാണ് 2ാം ക്ലാസ് വിദ്യാർത്ഥി നെയ്തൽ ഡി അൻസേര. രജിസ്ട്രേഷനും ഗ്രീസിലേക്കുള്ള യാത്രക്കടക്കമുള്ള ചെലവുകൾ വഹിക്കാൻ ഏറെ പണം വേണമെന്നതിനാലാണ് കുടുംബം ആശങ്കയിലായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി സുമനസ്സുകളിലാണ് കുടുംബത്തിന്റെ പ്രതീക്ഷ. ന്യൂസ് തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക്. ഇത് നെയ്തൽ ഡി അൻസേര. മണ്ണഞ്ചേരി സ്വദേശികളായ ദിരേഷ് അൻസേര, ഡോക്ടർ സിമി അൻസേര ദമ്പതികളുടെ 2 മക്കളിൽ ഇളയ മകൻ. തുമ്പൊളി മാതാ സീനിയർ സെക്കൻഡറി സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥി. നിലവിൽ ഏപ്രിൽ 12 മുതൽ 18 വരെ ഗ്രീസിലെ റോഡ്സിൽ നടക്കുന്ന ലോക കേഡറ്റ് ആൻഡ് യൂത്ത് റാപ്പിഡ് ആൻഡ് ബ്ലീഡ്സ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ സെലക്ഷൻ നേടി സുമനസ്സുകളുടെ പിന്തുണ ലഭിക്കുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കുട്ടി ചെസ് ചാമ്പ്യൻ. നാളിതുവരെ ജില്ലയിൽ നിന്നും ആർക്കും എത്തിപ്പിടിക്കാൻ പറ്റാത്ത അപൂർവ അവസരം ലഭിച്ചിട്ടും രാജ്യത്തെ പ്രതിനിധീകരിച്ച് ലോക ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ തനിക്ക് കഴിയുമോ എന്ന ആശങ്കയിലാണ് നെയ്തലിന്റെ കുടുംബവും. രജിസ്ട്രേഷനും ഗ്രീസിലേക്കുള്ള യാത്രയ്ക്കും താമസമടക്കമുള്ള മറ്റ് സൗകര്യങ്ങൾക്കും മടക്കയാത്രക്കുൾപ്പെടെ ഭാരിച്ച തുക ചെലവ് പ്രതീക്ഷിക്കുന്നത് തന്നെയാണ് കുടുംബത്തിന്റെ ഇപ്പോഴത്തെ ആശങ്കയ്ക്ക് കാരണം. ക്രൈറ്റീരിയ ആയിട്ട് അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് വന്നതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം നാഷണൽസിൽ അണ്ടർ 7 കളിച്ച കുട്ടികൾക്കാണ് സെലക്ഷൻ കിട്ടിയിരിക്കുന്നത്. അന്ന് 288ഓളം കുട്ടികൾ കളിച്ചിരുന്നു. അതിന് കേരളത്തിൽ നിന്ന് 3 പേരാണ് സെലക്റ്റഡ് ആയിരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിൽ നിന്ന് മോനാണ് സെലക്റ്റഡ് ആയിട്ടുള്ളത്. അപ്പൊ ഇവിടുത്തെ ഒരു സീൻ ഞാൻ മനസ്സിലാക്കിയത്, നാളിതുവരെ വേൾഡ് ചാമ്പ്യൻഷിപ്പിലേക്ക് ഡയറക്റ്റ് ക്വാളിഫിക്കേഷൻ ഒരു ഏജ് കാറ്റഗറിയിലും കിട്ടിയിട്ടില്ലെന്നാണ് നമ്മൾ ചെസ് അസോസിയേഷനുമായി ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലായ ഒരു കാര്യം. ഇപ്പോൾ അവിടെ പോകുന്നതിന് കുറച്ച് എക്സ്പെൻസ് കൂടുതലാണ്. നമുക്കറിയാലോ, ഗ്രീസ് എന്ന് പറയുമ്പോഴത്തേക്കും യൂറോപ്പാണ്. ഏകദേശം ഒരു 6 to 7 lakhs എക്സ്പെൻസ് ആണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ശരിക്കും ഈ 15-നകം നമ്മൾ രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയും ഒരു ഹ്യൂജ് ഫിഗർ കണ്ടെത്താൻ സാധിക്കാത്തൊരു സാഹചര്യമുണ്ട്. 2024 ആദ്യം മുതൽ മാത്രം ചെസ് കളിച്ചു തുടങ്ങിയ ഈ കുരുന്നു പൈതൽ ഒറ്റ വർഷം കൊണ്ട് ചെസ്സിന്റെ മാസ്മരിക ലോകത്ത് വിസ്മയം തീർക്കുന്ന നിരവധി പ്രകടനങ്ങൾ നടത്തി നിരവധി പുരസ്കാരങ്ങളും ഇതിനോടകം വാരിക്കൂട്ടിയിട്ടുണ്ട്. ചെസ്സിൽ കേമന്മാരായ തന്നേക്കാൾ മുതിർന്ന കളിക്കാരെ നിമിഷ നേരം കൊണ്ട് നിലം പരിശാക്കുന്ന നെയ്തലിന് ഇത്തരത്തിൽ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് എന്ന വൻമതിൽ താണ്ടണമെങ്കിൽ ഈ മാസം 14 മുമ്പ് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ചെസ്സിന്റെ ഏതു കാറ്റഗറി എടുത്തു പരിശോധിച്ചാലും ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ ജില്ലയിൽ നിന്നും ക്വാളിഫൈ ആയ മറ്റാരും ഇല്ല എന്നത് ഈ കുട്ടിക്കളിക്കാരന്റെ ചെസ് കളി എത്രത്തോളം മാസ്മരികമാണെന്നതിന്റെ നേർക്കാഴ്ചയും കൂടിയാണ്. എനിക്ക് ചെസ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഗ്രീസിൽ വേൾഡ് ചാമ്പ്യൻഷിപ്പ് കളിക്കാൻ ഒരു അവസരം കിട്ടി. എനിക്ക് അവിടെ പോയി കളിക്കാൻ എനിക്ക് നല്ല ആഗ്രഹമൊക്കെ ഉണ്ട്. ചെസ് അസോസിയേഷൻ കേരളയുടെയും സ്റ്റേറ്റ് ചെസ് ടെക്നിക്കൽ കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ജില്ലാ സെലക്ഷൻ ടൂർണമെന്റിൽ 7 വയസ്സിൽ താഴെയുള്ളവരുടെ മത്സരത്തിലെ ചാമ്പ്യനും സംസ്ഥാന തലത്തിൽ സെക്കൻഡ് റണ്ണറപ്പായി 2024 സെപ്റ്റംബറിൽ മൈസൂരിൽ നടന്ന അണ്ടർ 7 ദേശീയ മത്സരത്തിൽ പങ്കെടുത്താണ് 2025 ലോക അണ്ടർ 8 ചെസ് ചാമ്പ്യൻഷിപ്പിന് നെയ്തൽ യോഗ്യത നേടിയത്. ചെസ്സിനെയും ചെസ് കളിക്കാരെയും സർവോപരി കായിക താരങ്ങളെ സ്നേഹിക്കുന്ന, അവരെ പ്രോത്സാഹിപ്പിക്കാൻ മനസ്സുള്ള നന്മ മനസ്സിന് ഉടമകൾ സഹായവുമായി എത്തുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുട്ടി കേമനും കുടുംബവും. പ്രൈം ചെസ് അക്കാദമിയിലെ സിബി സെബാസ്റ്റ്യൻ, സലിൽ എന്നിവരാണ് നെയ്തലിന്റെ ട്രെയിനർമാർ. 7ൽ പഠിക്കുന്ന നിർമ്മൽ ഡി അൻസേരയാണ് ഏക സഹോദരൻ. ന്യൂസ് ആലപ്പുഴ.